ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കർണാമൃതം തവ നാമ മഹാത്മ്യമല്ലോ, വർണ്ണിപ്പതിനാർക്കുമാവതുമല്ലല്ലോ. ചിന്മയേനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനെടു. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമരീയാതങ്ങൾ ചെയ്തേൻ പലതരം ജന്മമാത്ര. ദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ. ശൂദ്രസമാചാര തൽപരനായൊരു ശൂദ്ര തരുണിയുമായി വസിച്ചേഞ്ചിരം. പുത്രരെയും വളരെ ജനിപ്പിച്ചിതു നിസ്ത്രവം. ചോരന്മാരോടുകൂടെ ചേർന്നു നിത്യവും ചോരനായി വില്ലുമുമ്പും ധരിച്ചത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. എത്ര വസ്തു പറിച്ചേന്ദുജന്മാരോടു തത്ര മത്ര മുനീന്ദ്രവനത്തിൽ നിന്നേ കഥാ സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ. തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി. മധ്യാഹ്നമാർക്കാണ്ട തേജസ്വരൂപികൾ നിർദ്ധയം പ്രാപ്തനാം ദുഷ്ടനാമെന്നെയും വിദ്രുതം നിർജ്ജനഘോര മഹാവനെ ദൃഷ്ട്വാ സംസർഭമോ മെന്നോടരുൾ ചെയ്തു. തിഷ്ടതിഷ്ടത്വയാ കർത്തവ്യമത്ര കിം. ദുഷ്ടമതേ പരമാർത്ഥം പറകെന്നു തുഷ്ട്യാ മുനിവരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവർകളോടിഷ്ടമതീയം പറഞ്ഞേ നൃപാത്മജ. പുത്രധാരാദികളുണ്ടെനിക്കിത്രയും ക്ഷുദ്രപ്രീഡിതന്മാരായിരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴിപ്പോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിടണമേ. ഞാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേനെ വന്നു ഞാൻ. ചൊന്നാൻ മുനിവരന്മാരതു കേട്ടുടൻ എന്നോടു മന്ദസ്മിതം ചെയ്തു സാദരം. എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം. നിൻ കുടുംബത്തോടു ചെന്ന് ചോദിക്ക നീ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്ന് ചോദിച്ചു വരുവോളം നിന്നിടുമത്രൈവ ഞങ്ങൾ നിസ്സംശയം. യുദ്ധമാകർന്നി ഞാൻ വീണ്ടും പോയി ചെന്നു പുത്രധാരാദികളോട് ചോദ്യം ചെയ്തേൻ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചു കൊള്ളുന്നു ദിനം പ്രതി. തൽഫലമൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു. സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിനുത്തരമായി അവരെന്നോട് ചൊല്ലിനാൻ. നിത്യവും ചെയ്യുന്ന കർമ്മഗുണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ഞാനും അത് കേട്ടു ജാത നിർവേദനായി മനസ്സെ ചിന്തിച്ചു ഓരോ തരം താപസന്മാർ നിന്നരുളുന്ന ദിക്കിനു താപേനെ ചെന്നു നമസ്കരിച്ചിടിഞ്ഞൻ. നിത്യതപോധന സംഗമഹേതുഞ്ഞാ ശുദ്ധമായി വന്നിതെന്നന്തകരണവും തുക്വാ ധനുശരാധ്യകളും ദൂരെ ഞാൻ ഭക്ത്യാ നമസ്കരിച്ചേൻ പാദസന്നിധൗ. ദുർഗതി സാഗരേ മഗ്നായിടുവാൻ നിർഗമിച്ചിടുമെന്നെ കരുണാത്മന. രക്ഷിച്ചു കൊള്ളേണമേ ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മന. സ്പഷ്ടമിത്യുക്ത പതിതം പദാന്തികേ ദൃഷ്ട്വാ മുനിവരന്മാരുമരുൾ ചെയ്തു. ഉത്തിഷ്ഠ ഭദ്രമുത്തിഷ്ഠതേ സന്തതം സ്വസ്ത്യസ്തു ചിത്തശുദ്ധി സദൈവാസ്തുതേ. സദ്യാഫലം വരും സജ്ജന സംഗമാദിജ്വനനാം മഹത്വമേതാദൃശ്യം. ഇന്നു തന്നെ തരുന്നുണ്ടൊരു ഉപദേശമെന്നാൽ നിനക്കതിനാലേ ഗതി വരും. അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യതപോധനന്മാരും വിചാരിച്ചു. ദുർവർത്തനേറ്റം നിജാതമനാന്നിമുവൻ ദിവ്യജനത്താലുപേക്ഷിനെന്നാകിലും രക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടാപീവ. മോക്ഷമാർഗോപദേശേനെ രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മ ബോധപ്രധാനേന. യുദ്ധമുക്തിയ രാമനാമവർണ്ണദ്വയം വ്യത്യസ്ത വർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ. നിത്യം മരാമരേത്യേവം ജപിക്ക നീ. ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട നാരദം ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോളവും പുനരിങ്ങനെ ജപിച്ചിരുന്നിടു നീ. യുദ്ധമനുഗ്രഹം ദത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യ പതാകമിച്ചിടി ഞാൻ. നത്വാമരേതി ജപിച്ചിരുന്നേനഹം ഭക്ത്യാ സഹസ്രയുഗം കഴിവോളവും. ഒറ്റുകൊണ്ടെന്നുടൽ മൂടിച്ചമഞ്ഞിതോ മുറ്റും മറഞ്ഞു ചമഞ്ഞിതോ ബാഹ്യവും. താപസേന്ദ്രന്മാരും എഴുന്നള്ളിനാർ. ഗോപതിമാരുദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചിടുന്നു ചൊന്നതു കേട്ടു ഞാൻ. നിർഗമിച്ചിടിനേനാശു നാഗൂതരാൽ വാത്മീകിയ മധ്യതോ നിന്നു ജനിക്കിയ മുനീന്ദ്രമാരഭിദാനവും ചെയ്താൻ. വാത്മീകിയ മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാംനായ വേദിയായി ബ്രഹ്മജ്ഞനാകനി എന്നരുൾ ചെയ്തെഴുന്നള്ളി മുനികളും വന്നു തുടങ്ങി. ഞാൻ ഇങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി. രാമ ഞാൻ ഇങ്ങനെയായി ചമഞ്ഞേടി ഞാൻ ഇന്നു സീതാസുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാൺമതിനവകാശവും. വന്നതെനിക്കു മുന്നം ചെയ്ത പുണ്യം നന്നായി ഫലിച്ചു കരുണാജലാനിധേ. രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷ. കാണായ മൂലം വിമുക്തായേനഹം ത്രാണനിപുണ ത്രിദശകുലപദേ. ചിത്രകൂടപ്രവേശം.
സീതയാസാർത്ഥം മസിപ്പതിനായൊരു മോദകര സ്ഥലം കടിത്തരുവാൻ ഞാൻ പോന്നാലുമെന്നെഴുന്നള്ളി ഞാൻ അന്തികെ ചേർന്നുള്ള ശിക്ഷ പരിവൃതനാമുനി ചിത്രകൂടാചല ഗംഗയോരന്തര ചിത്രമായോരുടജം തീർത്തുമാമുനി തെക്കു വടക്കും കിഴക്കു പടിഞ്ഞാറു മക്ഷി വിമോഹനമായി രണ്ടു ശാലയും നിർമ്മിച്ചവിടെ ഇരിക്കുന്നരുൾ ചെയ്തു മന്മഥ തുല്യൻ ജനകജാതനോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാമൊരു വീടി ഞാൻ രാമനും വാത്മീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകീദേവി തന്നോടും സോദരനാകിയ ലക്ഷ്മണന്തനോടും സാദരാമാനന്ദം ഉൾക്കൊണ്ടു മേവിനാൻ ദേവമുനിവര സേവിതനായൊരു ദേവരാജൻ ദിവി വാഴുന്നതുപോലെ. ദശരഥന്റെ ചരമഗതി. മന്ത്രിവരണാം സുമന്ത്രരൂമേറിയോരന്തശൂജ ചെന്നയോധ്യാപുക്കീട് ഞാൻ വസ്ത്രേണ വക്രവുമാച്ഛാദ്യ കണ്ണുനീരത്യർത്ഥമിറ്റിറ്റു വീണും തുടച്ചു മത്തേരും പുറഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോട് നൃപനെ വണങ്ങിനാൻ. ധാത്രീപദേ ജയ വീരമൗലേ ജയ ശസ്ത്രമതേ ജയ ശൗര്യാംബുദേ ജയ കീർത്തിനിരേ ജയ സ്വാമി ജയ ജയ മാർത്താണ്ഡ ഗോത്രജാതോതങ്ക സമേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭക്തിനോടാശു ചോദിച്ചു നൃപോത്തമൻ സോദരനോടും ജനകാത്മജയോടും ഏതൊരുദിക്കിലിരിക്കുന്നു രാഘവൻ. നിർലജനായ ദീപാപിയാം എന്നോട് ചൊല്ലുവാൻ എന്തൊന്നു ചൊല്ലിയതെന്നോട് ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചും ലക്ഷ്മി സമയായ ജാനകീദേവിയും. ഹാ രാമ ഹാ ഗുണവാരിതേ ലക്ഷ്മണ വാരിജാലോചനേ ബാലേ മിഥിലജേ ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കും മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോടുൾത്താപമോടു രാജെയ്തു സുമന്ത്രരും ശ്രീരാമസീത സുമിത്രാത്മജന്മാരെ തെല്ലേറ്റിക്കൊണ്ടുപോയേൻ തവാജ്ഞയ ശൃംഗിവേരാഖ്യ പുരസവിതേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരെ കണ്ടു തൊഴുതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു കുഹൻ മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടതോ തൊട്ടു പരിഗ്രഹിച്ചു കുമാരന്മാർ ജടയും ധരിച്ചിതു. പിന്നെ രഘുത്തമൻ എന്നോട് ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിക്കായി കാര്യമേ ചൊല്ലണമെന്നുടെ താതനോടും ബലാലല്ലലുള്ളത്തിലുണ്ടാകാതിരിക്കണം. സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ചും ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും പിന്നെയും ചൊൽക പിതാവതീഖിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. ജാനകിയും തൊഴുതനോട് ചൊല്ലിനാളാനന പത്മവും താഴ്ത്തി മന്ദം മന്ദം അസുരഗണങ്ങളും മാഴ്ത്തു സഗദ്ഗതം ശുശ്രൂഷപാദേഷു സാഷ്ടാംഗ നമസ്കാരം തോണികരേറി കുഹനോട് കൂടവേ പ്രാണവിയോഗേന നിന്നേനടിയനും. അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ 4-5 നാഴിക ചെന്നവാറെ ധൈര്യമാലംബ്യ മന്ദം നിവൃത്തിനായിടിനേൻ. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൽ ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടയായൊരു കൈകേയിക്കു രാജ്യമോ തുഷ്ടയായി നൽകിനാൾ പോരായിരുന്നിതോ. വൽപുത്രനെ കാനൻ ആന്തേ കളവതി നിപ്പാപി എന്തു പിഴച്ചിതു ദൈവമേ. ഏവമെല്ലാം വരുത്തി തനിയെ പരിദേവനം ചെയ്വതിനെന്തൊരു കാരണം. ഭൂപതി കൗസല്യ ചൊന്നൊരു വാക്കുകൾ താപേനെ കേട്ടു മന്ദം പറഞ്ഞിടിഞ്ഞ പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നത് പോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിക്കായിക നീ. ദുഃഖം ഉൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്നുൾക്കാമ്പൊരുകി ചമയ്ക്കായിക വല്ലഭേ. പ്രാണപ്രയാണമെടുത്ത തപോധനൻ പ്രാണവിയോഗെ ശപിച്ചതു കാരണം കേൾക്ക നീ ശാപപ്രകാരം. മനോഹരേ സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ. അർദ്ധരാത്രോചര ജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി വാഹീനീതരേ വനാന്തരേ മാനസമോഹേന നിൽക്കുന്ന നേരമൊരു മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സഹസ്തോടി തടത്തു പുറപ്പെട്ടു. കുംഭവും കൊണ്ടു നീർകോരുവാൻ വന്നവൻ കുംഭിനെ വെള്ളമൻപോടു മൂക്കുംവിതോ. കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ടു കുമ്പിത്തുമ്പിക്കൈയിൽ അംഭോഗതമിതി ചിന്തിച്ചുടൻ നാദഭേദം സായികം സന്ധായ ചാപേദൃഢമയച്ചിടിഞ്ഞൻ. ഹദോസ്മ്യഹം ഹദോസ്മ്യഹം ഹാഹേതി കേട്ടിതു മനുഷ്യവാക്യവും. ഞാനൊരു ദോഷം ആരോടുമേ ചെയ്തില്ല. കേനവാഹന്ത ഹദോഹം വിദേ വൃഥ. പാർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാരാർത്തി കൈകൊണ്ടു തണ്ണീർ കുദാഹിക്കയാൽ. ഇത്തരം മർത്തിനാദം കേട്ടു ഞാൻ അതിത്രസ്തനായത്ര ചെന്നത്തലോടും തഥാ താപസ ബാലകൻ പാദങ്ങളിൽ വീണു താപേനെ ചൊന്നൻ മുനി സുതനോട് ഞാൻ. സ്വാമിൻ ദശരഥനായ രാജാവോ മാമപരാധിനം രക്ഷിക്ക വേണമേ. ഞാൻ അറിയാതെ മൃഗയാ വിവശനായ ആയാന തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു ബാണമെയ്തേ നദി പാപിയായൊരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ.
പാദങ്ങളിൽ വീണ് കേണിയിടുമെന്നോട് ഖേദം കലർന്നു ചൊന്നാൻ മുനി ബാലകൻ. കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലേ വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്കാൻ നീ ഏതുമേ വൈകാതെ വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങ് ചൊല്ലുവാൻ. ദാഹം കൊടുക്കുന്ന നീ തണ്ണുനീർ കൊടുത്തി നീ വൃത്താന്തമെല്ലാം അവരോടറിയിക്ക. സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും. എന്നുടെ താതനോ കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടുമറിക നീ. പ്രാണങ്ങൾ പോകാൻ പീഡയുണ്ടേറ്റം ബാണം പറിക്ക നീ വൈകരുതേതമേ എന്നതു കേട്ടു ശല്യോദ്ധാരണം ചെയ്തു. പിന്നെ സജ്ജലം കലശവും കൈകൊണ്ടു ദമ്പതിമാരിയ്ക്കുന്നവിടേക്കു നദി സംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരെ. വൃദ്ധതയോടു നേത്രങ്ങളും അർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചഹോ വർത്തിക്കുമെങ്ങൾക്കു തണ്ണുനീർക്കു പോയൊരു പൗത്രനുമെന്നു മറന്നു കളഞ്ഞിതോ. മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാൻ ഒഴിഞ്ഞെങ്ങു വൈകിയിടുവാൻ. ഭക്തിമാനേറ്റവും മുന്നമെല്ലാം മതി സ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൽ. മെപ്രകാരം നിരൂപിച്ചിരിക്കും വിധോ മൽപാദ വിന്യാസജാധ്വനി കേൾക്കായി കാൽപെരുമാറ്റം മതീയം തഥാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും. വൈകുവാൻ എന്തുമൂലം മമനന്ദന വേഗേന തണ്ണീർ തരിക നീ സാദരം. യുദ്ധമാകർണി ഞാൻ ദമ്പതിമാർ പദം ഭക്തിയ നമസ്കരിച്ചത്രയും ഭീതനായി. വൃത്താന്തമെല്ലാം അറിയിച്ചിതന്നേരം പുത്രനല്ലയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥെന്നു പേർ. രാത്രോ വനാന്തരേ മൃഗയ വിവശനായി ശാർദൂലമുഖ്യ മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേൻ നദീതീരെ മൃഗാശിയ. കുംഭത്തിൽ നീരകം പൊക്ക ശബ്ദം കേട്ടു കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിൽ അംബസു കൊള്ളുന്ന ശബ്ദമെന്നോർക്കയ. ലംബയച്ചോറി അറിയാതെ എന്നതും ബലാൽ പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടത്രയും ഭീതനായി തത്ര ചെന്നീടി ഞാൻ. ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലം അവൻ എന്നോട് ചൊല്ലിയിടി ഞാൻ. കർമ്മമത്രേ മമ വന്നിതു തവ ബ്രഹ്മഹത്യ പാപമുണ്ടാകയില്ലടോ. കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പൂക്കൂ പർണശാലയാന്തേ വിശന്നു ദാഹത്തോടും. എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണുനീർ കൊടുക്ക എന്നോട് ചൊല്ലിനാൻ. ഞാനതു കേട്ടുഴച്ചോടു വന്നേനി ഞാഞ്ഞികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദ പങ്കജം എന്നിയെ മറ്റില്ല പാപിയായോരടിയൻ അവലംബനം. ജന്തുവിഷയകൃപാവശന്മാരല്ലോ സന്തതം താപസാം പൊങ്കവന്മാർ നിങ്ങൾ. യുദ്ധമാകർണ്യ കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടി ഞാൻ. പുത്രൻ ഇവിടെ കിടക്കുന്നിതു ഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിരണം. ഞാനതു കേട്ടവർ തമ്മേ എടുത്തതി ദീനതയോടു മകൻ ഉടൻ കാട്ടിയൻ. കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ട് തലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു. ഖിന്നതയോടവരെന്നോട് ചൊല്ലിനാർ. നീ ഇനി നല്ല ചിത ചമച്ചിടണം തീയുമേറ്റം ജ്വലിപ്പിച്ചിടു വൈകാതെ. തത്ര ഞാനും ചിത കൂട്ടിനേരം പുത്രേണ സാഗം പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും വൃദ്ധാരി ലോകം ഗമിച്ചു വാണിയിടി ഞാൻ. വൃദ്ധതബോധനന്നേരം എന്നോട് പുത്രശോകത്താൽ മരിക്കുന്നു ചൊല്ലിനാൻ. ശാപകാലം നമുക്കാഗതമായതു താപസവാക്യം അസത്യമായും വരാം. മന്നവനേവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും കേണു തുടങ്ങിയാൻ. ഹാ രാമപുത്ര ഹാ സീതേ ജനകജെ ഹാ രാമ ലക്ഷ്മണ ഹാ ഗുണാപുരേ. നിങ്ങളെയും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം. രാജീവൻ നേത്രനെ ചിന്തിച്ചു രാജാ ദശരഥൻ പൊക്കു സുരാലയം. നാരീജന വിലാപം. ദുഃഖിച്ചു രാജനാരീജനവും പുനരും വാവിട്ടു കരഞ്ഞു തുടങ്ങി ഞാൻ. വക്ഷസീതാടിച്ചു കഴിയുന്ന ഘോഷങ്ങൾ തക്ഷണം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രികളോടു മുഴറി സസംഭ്രമ മന്ദപുരമകം പുക്കരുളി ചെയ്തു. തൈലമയ ദ്രോണി തന്നിലാക്കൂധര പാലകൻ തന്നുടൻ വന്നിടായിവാൻ എന്നരുൾ ചെയ്തു ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ. നിങ്ങൾ വേഗേനെ പോകണം. വേഗമേറിയിടും കുതിരയേറിച്ചെന്നു കേകയ രാജ്യമകം പൊക്കു ചൊല്ലുക. മാതുലനായ യുധാജിത്തിനോടിനി ഏതുമേ കാലം കളയാതെ അയക്കണം. ശത്രുഘ്നോടും ഭരതനെ എന്നതി വിദ്രുതം ചെന്നു ചൊൽകെ എന്നയച്ചിടി ഞാൻ. സത്വരം കേകയ രാജ്യമകം പൊക്കു നത്വായുധാജിത്തിനോടു ചൊല്ലിയിടി ഞാൻ. ഭരതാനയനം. കേൾക്ക നൃപേന്ദ്ര വസിഷ്ഠനരുൾ ചെയ്ത വാക്കുകൾ ശത്രുഘ്നോടും ഭരതനെ ഏതുമേ വൈകാതെ അയോധ്യയ്ക്കയക്കുന്നു. ദൂതവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോട് പോകുന്നു ചൊല്ലിനാൻ. കാലേ പുറപ്പെട്ടിതു കുമാരന്മാരും ഏതാനും എങ്ങൊരാപത്തകപ്പെട്ടിതു. താതനെന്നാകിലും ഭ്രാതാവിനാകിലും എന്തകപ്പെട്ടതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു മാർഗേ ഭരതനും. സന്താപമോടും അയോധ്യാപുരി പൊക്കു സന്തോഷവർജിതം ശബ്ദഹീനം തഥാ ഭ്രഷ്ടലക്ഷ്മീകം ജനോ
ബാധാവർജിതം ദൃഷ്ട്വാ വിഗതോത്സവം രാജ്യമെന്തിതം തേജോവിഹീനമകം പുക്കിതു ചെന്നു രാജഗേഹം രാജലക്ഷണാവർജിതം. തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്തിയാ നമസ്കരിച്ചിടിനാരന്തികെ. പുത്രനെ കണ്ടു സന്തോഷേണ മാധവു മുത്തായ കാഠമാലിംഗ്യമടിയിൽ വച്ചുത്തമാകെ മുകർന്നാശു ചോദിച്ചിതു. ഭദ്രമല്ലി മൽക്കുലത്തിലെങ്കിലൊക്കവേ മാതാവിനും പിതൃഭദ്രജനങ്ങൾക്കുമേതുമേ ദുഃഖമില്ലല്ലി പറക നീ. ഇത്തരം കൈകേയി ചൊന്ന നേരത്തതിനുത്തരമാശു ഭരതനും ചൊല്ലിനാൻ. ഖേദമുണ്ടച്ഛനെ കാണാൻ എനിക്കുള്ളിൽ, താതനെവിടെ വസിക്കുന്നു മാതാവേ. മാതാവിനോട് പിരിഞ്ഞു രഹസി ഞാൻ, താതനെ പണ്ടു കാൺമീലൊരു നാളുമേ. ഇപ്പോൾ ഭവതി താനെ വസിക്കുന്നതെന്തുൾപോവിലുണ്ടുമേ താപവും ഭീതിയും. മൽപിതാവെങ്ങു പറകുന്നതു കേട്ടു തൽപ്രിയമാശു കൈകേയിയും ചൊല്ലിനാൻ. എൻ മകനെന്തു ദുഃഖിപ്പാൻ അവകാശം, നിൻ മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ. അശ്വമേധാദിയാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർ ഗതി ലഭിച്ചിടിഞ്ഞാൻ. തൊൽപിതാവെന്നു കേട്ടൊരു ഭരതനം ക്ഷോണീതലേ ദുഃഖവിഹുല ചിത്തനായി വീണു വിലാപം തുടങ്ങിനാൻ എത്രയും. ഹാ താതാ ദുഃഖ സമുദ്രേ നിമജ്യമാമേതൊരു ദിക്കിനു പോയിതു ഭൂപതേ. എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നുടെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ. ഞങ്ങൾക്കുമാരുടെയോരിഞ്ഞി ദൈവമേ. പുത്രൻ ഈ വണ്ണം കരയുന്ന നേരത്തു മുത്തഭ്യ കൈകേയി കണ്ണുനീരും തുടച്ച് ആശ്വസിപ്പിച്ചിടുക ദുഃഖേനക്കും. ഫലം ഈശ്വര കൽപ്പിതമെല്ലാം അറിയുക നീ. അഭ്യുദയം വരുത്തിയിടിഞ്ഞേൻ ഞാൻ തവ, ലഭ്യമെല്ലാമേ ലഭിച്ചതറിയുക നീ. മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദപരവശ ചേതസ ചോദിച്ചു. ഏതാനും ഒന്ന് പറഞ്ഞതില്ലേ മമ താതൻ മരിക്കുന്ന നേരത്തു മാതാവേ. ഹാ രാമ രാമ കുമാര സീതേ മമ. ശ്രീരാമ ലക്ഷ്മണ രാമ രാമ രാമ. സീതേ ജനക സുതേതി പുനരാതുരനായി വിലാപിച്ചു മരിച്ചിതു. താതനിതു കേട്ട നേരം ഭരതനും മാതാവിനോട് ചോദിച്ചാനതന്തയ്യോ. താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ എന്നതു കേട്ടു കൈകേയിയും ചൊല്ലിനാൻ. മനവൻ രാമൻ അഭിഷേകമാരഭ്യ സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ എന്നുടെ നന്ദനൻ തന്നെ വാഴിക്കണം എന്നു പറഞ്ഞ അഭിഷേകം മുടക്കിയൻ. നിന്നോട് അതിൻ പ്രകാരം പറയാമല്ലോ. രണ്ടു വരം മമാ തന്നു തവ പിതാ പണ്ടതിനൊന്നിനാൽ പിന്നെ വാഴിക്കെന്നും. രാമൻ വനത്തിനു പോകുന്നു മറ്റേതും ഭൂമിപൻ തന്നോടിതു കാലമർത്തിച്ചൻ. സത്യപരായണനായ നരപതി പൃഥ്വീതലം നിനക്കു തന്നു രാമനെ. കാനനവാസത്തിനായി അയച്ചിടി ഞാൻ. ജാനകി ദേവി പാതിവൃത്യമാലംബ്യ ഭർത്തൃ സമം ഗമിച്ചിടിഞ്ഞാളാശു. സൗമിത്രിയും ഭർത്താവിനോട് കൂടെ പോയാൻ. താതനവരെ നനച്ചു വിലപിച്ചു ഖേദേന രാമരാമേതി ദേവാലയം പൊക്കാനറിയുന്നു. മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും. മോഹം കലർന്ന നേരത്തു കൈകേയിയു മാഹന്ത ശോകത്തിന് എന്തൊരു കാരണം. രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിതു, പൂജ്യനായി വാഴ്ക ചാബല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞതു കേട്ടുടനൊന്നു കോപിച്ചു നോക്കിയിടിഞ്ഞാൻ മാതരം. ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോമമ്മയെ നാദി പൂണ്ടിയിടിഞ്ഞാൽ കണ്ടു നിന്നോർകളും. ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ നിസ്ത്രപേ നിർദ്ദയേ ദുഷ്ടേ നിശാചരി. നിന്നുടെ ഗർഭത്തിൽ ഉദ്ഭവിച്ചേനൊരു പുണ്യമില്ലാതെ മഹാപാപി ഞാനഹോ. എന്നോടൊരിയാടരുതിനി ഞാൻ ചെന്നു അഗ്നിയിൽ വീണു മരിപ്പാനല്ലായികിലോ. കാളകൂടൻ കുടിച്ചിടുവൻ അല്ലായെങ്കിൽ വാളെടുത്താശു കഴുത്തർത്തിയിടുവൻ. വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവൻ അല്ലൊരു സംശയം. ദുഷ്ടേ ഭയങ്കരി ഘോരമായുള്ള കുംഭീ ഭാഗമാകിയ നാരകം തന്നിൽ വസിക്കുമിതു മൂലം. ഇത്തരം മാതരം ഭർത്തിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗ്രഹം പുക്കാർ. പാതയെ നമസ്കരിച്ചൊരു ഭരതനെ മാതാവ് കൗസല്യയും പുണർന്നിടിഞ്ഞാൻ. കണ്ണുനീരോടും മെലിഞ്ഞതി ദീനിയായി ഖിനിയായൊരു കൗസല്യ ചൊല്ലിയിടിഞ്ഞാൻ. കർമ്മദോഷങ്ങൾ അതിനെല്ലാം അകപ്പെട്ടിതൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം. ശ്രീരാമനും അനുജാതനും സീതയും ചീരാംബര ജടാധാരികളായി വനം പ്രാപിച്ചു തന്നെയും ദുഃഖാംബുരാശിയിൽ താപേനമഗ്നിയാക്കിയിടിഞ്ഞാൻ നിർഭയം. ഹാ രാമ രാമ രഘുവംശനായിക നാരായണ പരമാത്മൻ ജഗത്പതി. നാഥേ ഭഗവാൻ മമ നന്ദനനായി വന്നു ജാതനായി ഇടിഞ്ഞാൻ. കേവലമെങ്കിലും ദുഃഖമെന്നിപ്പിരിയുന്നീലൊരിക്കലു ഉൾക്കാമ്പിലോർത്താൽ വിധിബലാം തുലം. യുദ്ധം കരയുന്ന മാതാവു തന്നെയും നത്വാ ഭരതനും ദുഃഖേന ചൊല്ലിനാൻ. ആതുര മാനസയാകായികതുകൊണ്ടു മാതാവു ഞാൻ പറയുന്നതു കേൾക്കണം. രാഘവ രാജ്യാഭിഷേകം മുടക്കിയാൽ കൈകേയിയാകിയ മാതാവു. മാതാവേ ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണ്. ഞാൻ അറിഞ്ഞത്രേതെങ്കിലോ മാതാവേ. ബ്രഹ്മഹത്യാശത ജാതമാം പാപവും അമ്മേ ഭുജിക്കുന്നതുണ്ടു ഞാൻ നിർണയം. ബ്രഹ്മാത്മജനാം വസിഷ്ഠ മുനിയെയും ധർമ്മധാരങ്ങൾ അരുന്ധതി തന്നെയും
ഖഡ്ഗനെ നിഗ്രഹിച്ചുള്ള പാപവുമൊക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ. ഇങ്ങനെ നാനാ ശപഥങ്ങളും ചെയ്തു തിങ്ങിന ദുഃഖം കലർന്നു ഭരതനും കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ, ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ ഇത്തം പറഞ്ഞു പുണർന്നു ഗാഠം ഗാഠമുത്തമാകെ മുകർന്നാളതു കണ്ടവരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാരക്കഥ കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രീജനത്തോടും അൻപോടെഴുന്നള്ളി സന്താപമൊടു തൊഴുതു ഭരതനും. യോധനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും, ഖേദം മതി മതി കേളിതു കേവലം വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാന വീര്യവാൻ മധ്യസുഖങ്ങളും രാജഭോഗങ്ങളും ഭുക്ത്വാ യഥാവിധി യജ്ഞങ്ങളും ബഹോ കൃത്വാ ബഹുദാന ദക്ഷിണയും മുദാ ദത്വാ ത്രിവിഷ്ടഭം ഗത്വാ യഥാസുഖം ലബ്ധ്വാ പുരന്തരാർത്ഥാസനം ദുർലഭം വൃതാരി മുഖ്യ ത്രീദശൗഖൗ വന്ദ്യനായ ആനന്ദമോടിയിരിക്കുന്നതിനെന്തു നീ ആനനം താഴ്ത്തി നേത്രാമ്പു തൂകിയിടുന്നു. ശുദ്ധനാത്മാ ജന്മനാശാദിവർഷിതൻ നിത്യൻ നിരുപമനവ്യയനദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാതിഹീനൻ ജഗത്കാരണൻ ദേഹമർത്യർത്ഥം ജഡം ക്ഷണഭങ്കുരം മോഹൈക കാരണം മുക്തി വിരോധകം ശുക്തിവിഹീനം പവിത്രമെല്ലൊട്ടുമേ ചിത്തെ വിചാരിച്ചു കണ്ടാലൊരിക്കലും ദുഃഖിപ്പതിനവകാശമില്ലേതുമേ. ദുഃഖേന കിം ഫലം മൃത്യുവംശ വശാത്മനാം താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാലതീ മൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറവിളിച്ചേറെ തളർന്നു മോഹിച്ചു വീണിടുവർ. നിസ്സാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ. തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതു നിത്യമായുള്ളൊരു ശാന്തി അറിയുക നീ. ജന്മമുണ്ടെന്നാകിൽ മരണവും നിശ്ചയം, ജന്മം മരിച്ചവർക്കും വരും നിർണയം. ആർക്കും തടുക്കരുതാതൊരവസ്ഥയെ എന്നോർക്കണമെല്ലാം സ്വകർമ്മ വശഗതം. തത്വമറിഞ്ഞുള്ള വിദ്വാനൊരിക്കലും പുത്രമിത്രാർത്ഥ കളത്രാദി വസ്തുനാ വേർപ്പെടുന്ന നേരവും ദുഃഖമില്ലേതുമേ. സ്വഭേദമെന്നാൽ സുഖവുമില്ലേതുമേ. ബ്രഹ്മാണ്ഡകോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണാ സൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ടിതെന്നാൽ ക്ഷണഭങ്കുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരാസ്തയാ മഹാജ്ഞാനി നാമുള്ളതും ബന്ധമെന്തീ ദേഹദേഹികൾക്കെന്നിതും ചിന്തിച്ചുമായ ഗുണ വൈഭവങ്ങളും അന്തർമുത കണ്ടവർക്കെന്തു സംഭ്രമം. കമ്പിത പത്രാഗ്രലം ഗണാംബുബിന്ദുവൽ സമ്പതിച്ചിടുമായി സദീനശ്വരം പ്രോക്തനദേഹസ്ഥ കർമ്മണാ പിന്നെയും പ്രാപ്തമാം ദഹിക്കൂ ദേഹം പുനരഭി. ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങൾ വണ്ണം ഉപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. കാലചക്രത്തിന് ഭ്രമണവേഗത്തിനു മൂലമിക്കർമ്മദേഹങ്ങൾ അറിക നീ. ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ മുഖ്യ ജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ. ആത്മാവിനില്ല ജനന മരണവും ആത്മിനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല നിത്യ ആനന്ദസ്വരൂപൻ നിരാകുലൻ സത്യസ്വരൂപൻ സകലേശ്വരൻ ശാശ്വതൻ ബുദ്ധ്യാദിസാക്ഷി സർവാത്മനാ സനാതനദ്വയേനേകൻ പരൻ പരൻ പരമൻ ശിവൻ. ഇത്തമനോരഥം ചിന്തിച്ചു ചിന്തിച്ചു ചിത്തേ ദൃഢമായറിഞ്ഞു ദുഃഖങ്ങളും ത്യക്ത്യാ തുടങ്ങുക കർമ്മസമൂഹവും സത്വരമേതും വിഷാദമുണ്ടാകുല. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ.